യഥാർത്ഥത്തിൽ കെ ബി ഗണേഷ് കുമാർ വലിയ പ്രതിസന്ധിയിലാണ്. ഇത് നല്ലൊരു മനുഷ്യനാണ്. നല്ല മനുഷ്യനെന്ന് ഞാൻ പറയാൻ കാരണം 5000 പ്രണയമുള്ള ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാവാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അത് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞ് സത്യമായിരിക്കും. നല്ല ഹൃദയമുള്ള ഒരാൾക്കല്ലേ അത് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഹൃദയം രാജ്യത്തെ ഭരണത്തിലുണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അദ്ദേഹം കാര്യക്ഷമതയുള്ള ട്രാൻസ്പോർട്ട് മന്ത്രി എന്നൊക്കെയാണ് പൊതുവെ കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പലതും അതല്ല, വലിയ തോതിൽ അഴിമതി നടന്നു എന്ന് വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇലക്ഷന് മുമ്പാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഒന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവസാനം അത് കോംപ്ലിമെന്റ്സ് ആവുകയും ചെയ്തു എന്നാണ് നമ്മൾ കേട്ടത്. ആ കോംപ്ലിമെന്റ്സിന്റെ പിന്നിൽ വലിയ തോതിലുള്ള ബസ് വാങ്ങൽ കരാറുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഇടപാടുകൾ ഉണ്ട് എന്ന് വാർത്തകൾ അന്ന് തന്നെ കേട്ടിരുന്നു. അതറിയില്ല. പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ഒരേ ദിവസം വാങ്ങിയ ഒരേ തരത്തിലുള്ള 2 ബസ്സുകൾക്ക് 2 വില ഇടുക, അതിന് പല വിലകളുമായി ബന്ധപ്പെട്ട് ചില ചാനലുകളെ സംബന്ധിച്ച് പുറത്ത് വാർത്ത ഉണ്ട്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഇത് GST കണക്ക് വെച്ചിട്ടുള്ളതാണ്. GST നോക്കൂ, ഇന്നോസം GST മാറി, ഇന്നോസം GST പുതുക്കിയപ്പോൾ GST മാറിയതുകൊണ്ട് വില കൂടി അല്ല എന്ന് ചാനൽ വീണ്ടും പറഞ്ഞു. കാരണം ഒരേ ദിവസം ഇങ്ങനെ GST മാറുക, രാവിലെ GST ഉണ്ട്, വൈകുന്നേരം GST ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. മാത്രമല്ല GST മാറിയ ഡേറ്റിന് മുമ്പ് വാങ്ങിയ ബസ്സുകളുടെ വിലയെ കുറിച്ചാണ് പറയുന്നത്. അത് സൂപ്പർ ഫാസ്റ്റ് അതുപോലെയുള്ള ബസ്സുകൾ ഇങ്ങനെ വിലയിൽ വ്യത്യാസം വന്നു. അത് ചേസിന്റെ മാത്രം വിലയാണ് ഇവിടെ കൊണ്ടുവന്ന് വർക്ക് ചെയ്തതടക്കം 30, 35, 40 ലക്ഷം രൂപ ഒരു ബസ്സിന് വരും. അപ്പോ ഈ കാര്യം വിശദീകരിക്കാൻ അദ്ദേഹം കൂടിക്കഴിഞ്ഞപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞത് ഒരു രസകരമായ കാര്യമാണ്. ദേശീയ പരിവഹൻ സൈറ്റിൽ നിന്നാണ് ഈ ഡാറ്റ എടുത്തതെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കുമെന്നാണ്. ഇന്ത്യയിലെ ഏത് വാഹനവും ആര് വാങ്ങിയാലും എങ്ങനെ വാങ്ങിയാലും അതിന്റെ എല്ലാ വിവരങ്ങളും രജിസ്ട്രേഷൻ അടക്കം ദേശീയ പരിവഹൻ സൈറ്റിലുണ്ട്, അതിന്റെ വിലയടക്കമുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം ദേശീയ പരിവഹൻ സൈറ്റിനെ ഇങ്ങനെ തള്ളി പറയുന്നത്? അപ്പൊ അതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് സാധാരണ മനുഷ്യർ വിശ്വസിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന കാലത്ത് ഈ പറഞ്ഞ വിവാദങ്ങളും ആവാദങ്ങളും ഒക്കെ വന്നു. അന്ന് തന്നെ അദ്ദേഹം തോൽക്കുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. എന്തായാലും പത്തനാപുരത്ത് ഗണേഷ് കുമാറിന് നല്ലൊരു ലോക്കൽ സ്റ്റാൻഡി ഉണ്ട്. അദ്ദേഹം എതിർക്കുമെന്ന് NSSകാര് അദ്ദേഹത്തിനെതിരായി വന്നു. അദ്ദേഹത്തിന് താലൂക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കി, യൂണിയൻ പ്രസിഡന്റ് പുറത്താക്കി എന്ന് പറഞ്ഞു. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം ജയിക്കും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഒരു പക്ഷേ ജ്യോതികുമാർ ചാമക്കാല മാത്രമായിരിക്കും അദ്ദേഹം ജയിക്കില്ല എന്ന് ഉറപ്പായി പറഞ്ഞത്. അത് എതിർ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞേ പറ്റൂ. പക്ഷേ NSSുമായി അദ്ദേഹത്തിനുള്ള വൈരുദ്ധ്യം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം അതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞെങ്കിലും അത് പ്രശ്നമായി എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ അദ്ദേഹത്തെ NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് മാറ്റുന്നത്. ഇദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ പത്തനാപുരത്ത് NSS താലൂക്ക് യൂണിയൻ പായസ വിതരണം നടത്തി എന്നൊക്കെ ഒരു വാർത്തയുണ്ട്. ശരിയാണോ എന്നറിയില്ല. കൊട്ടാരക്കര ഗണപതിക്ക് തേങ്ങ ഉടച്ചു എന്നോ അപ്പം എഴുതിച്ചു എന്നൊക്കെ കേൾക്കുന്നു. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല, അറിയില്ല. പക്ഷേ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കി എന്നത് ഒരു സത്യം തന്നെയാണ്. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ സുകുമാരൻ നായർ എന്ന് പറയുന്ന NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞ വളരെ വിചിത്രമായ വാദമാണ്. അംഗത്വം പുതുക്കാൻ മറന്നുപോയെന്നോ എന്തൊക്കെയുള്ള സാങ്കേതികമായ വാദമാണ്. NSSന് എത്രത്തോളം സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് തെളിഞ്ഞൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം NSSന്റെ മുമ്പിൽ മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞ VD സതീശൻ കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ നേതാവായി വളരുകയും ഇവരുടെ പിൻബലമില്ലാതെ SNDPയുടെയും NSSന്റെയും SDPIയുടെയും കാന്തപുരത്തിന്റെയും PDPയുടെയും പിന്തുണ ഇല്ലാതെ തന്നെ 102 സീറ്റിലേക്ക് എത്തുകയും ചെയ്തു. കേരളത്തിന്റെ പൊതുസമൂഹം സതീശന്റെ കൂടെ നിന്നു. അതിനൊരു കാരണം കൃത്യമായും സതീശൻ എടുത്ത ധീരമായ നിലപാടാണ്. ഇല്ല, ഇപ്പോൾ നമ്മുടെ സുകുമാരൻ നായർ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പരാതി എന്താ? അഹങ്കാരിയാണ് സതീശൻ മുഖ്യമന്ത്രി ആവാൻ പാടില്ല എന്ന് പറഞ്ഞ 2 പ്രധാന ആളുകൾ, ഞാൻ പറഞ്ഞ പ്രതിപക്ഷത്തു നിന്നല്ലാതെ പറഞ്ഞത് ഒന്ന് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരുമാണ്. ഇപ്പോ ഒരു നിലപാട് മാറ്റിയൊന്നും എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞു അഹങ്കാരിയാണ് സതീശൻ, അതുകൊണ്ട് എന്താ കാര്യം? അദ്ദേഹത്തിനെ കാണാൻ അനുവദിച്ചില്ല, അനുമതി ചോദിച്ചിട്ട് കൊടുത്തില്ല. എനിക്കറിയില്ല എപ്പോഴാണ് അദ്ദേഹം ചോദിച്ചതെന്ന്, എപ്പോഴാണ് കൊടുക്കാതിരുന്നതെന്ന്. ഈ ബജറ്റിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് അടുത്ത ആ ഒരാഴ്ച അദ്ദേഹം ആരെയും കാണില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ തന്നെ ഒരു പൊതുവിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞു ബജറ്റ് കഴിഞ്ഞിട്ട് കാണാം എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. ഒരുപക്ഷെ അതാവാം സുകുമാരൻ നായരോട് പറഞ്ഞത്. അങ്ങോട്ട് ചെന്ന് കാണാൻ പറഞ്ഞാൽ വേണ്ടെന്ന് പറയേണ്ട കാര്യമൊന്നും സതീശനില്ല. ആർക്കും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനും. സതീശൻ അഹങ്കാരിയാണ് എന്ന് സുകുമാരൻ നായർ പറഞ്ഞതിന് ഈ കാര്യം. പക്ഷേ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും അടക്കമുള്ള ആളുകൾ എതിർത്താലും
കേരളത്തിൽ ഭരണത്തിൽ കയറാം എന്ന് കാണിക്കുക വഴി സുകുമാരൻ നായരൊക്കെ കടലാസ് പുലികളാണ് എന്ന് ജനം വിധി എഴുതിയിരിക്കുന്നു. നായന്മാർ വോട്ട് ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയം അനുസരിച്ചാണ്, ഈഴവർ വോട്ട് ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയം അനുസരിച്ചാണ്. ഇപ്പോൾ ആ വോട്ടിൽ ഇയാൾക്കൊരു പങ്കുമില്ല. ഗണേഷ് കുമാർ NSSൽ നിന്ന് പുറത്തായതുകൊണ്ടല്ല ഗണേഷ് കുമാർ തോറ്റത്. NSS ഗരുവല്ല തോൽപ്പിച്ചത്, ഗണേഷ് കുമാറിനെ തോൽപ്പിച്ചത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുകയും അത് എതിർ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വരികയും ചെയ്തുകൊണ്ടാണ് പത്തനാപുരത്ത് തന്റെ ഉറച്ച കോട്ടയിൽ അദ്ദേഹത്തിന് അടിപതറിയത്. NSSന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സുകുമാരൻ നായർ ഇപ്പോഴും അഹങ്കരിക്കുന്നത് നായർ വോട്ടൊക്കെ തന്റെ കയ്യിലാണെന്നാണ്. അത് കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്നാണ് സതീശൻ പറഞ്ഞത്.